ഈ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരാവേശം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാവേശമാണ്. ഇന്ന് രാത്രിയിൽ നമ്മളിത് പറയുമ്പോൾ മനസ്സിലാക്കണം, വരും കാലങ്ങളിൽ യേശു മാത്രം കർത്താവെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഈ 66-ാമത്തെ കൺവെൻഷൻ്റെ ആദ്യ ദിവസം നമ്മൾ ഒന്നിച്ച് ഒരിക്കൽ കൂടെ ഡിക്ലറേഷൻ നടത്തുകയാണ്: യേശുവല്ലാതെ ഞങ്ങൾക്കൊരു കർത്താവില്ല. ഇന്ന് രാത്രിയിൽ ഒരു ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി ഇങ്ങനെയുള്ളതൊന്നും ഇടയ്ക്ക് പറഞ്ഞില്ലേലും വേണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് പറയണം: യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ആ നാമത്തിന് പകരം വെക്കാനൊരു നാമമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞാൽ എൻ്റെ 1-2 പ്രസംഗങ്ങളിൽ ഇത് മുഖവരയായിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ട് മുതൽ ഭക്തന്മാർ ആരാധനയ്ക്ക് വേണ്ടി വീടുകളിൽ ചെല്ലുന്ന സമയത്ത്, അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്ന വാക്യമാണ് ഈ വാക്യം. ദൈവശാസ്ത്രത്തിൽ അതിൻ്റെ പേരുണ്ട്, കെനോട്ടിക് പാസേജ് എന്നാണ്. ഈ വാക്യത്തിൽ ആദ്യത്തെ 3 വാക്യം യേശുക്രിസ്തു സ്വർഗീയ മഹിമകൾ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 7 പോയിന്റുകൾ, 7 പടികൾ ഇറങ്ങി വരിക. അടുത്ത 3 വാക്യത്തിൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതിൻ്റെ 7 പടികളാണ്. 7 14 പോയിന്റുകൾ ഈ 6 വാക്യത്തിൽ നിന്ന് ദൈവദാസന്മാർ പ്രസംഗിക്കും. ആദ്യത്തെ 3 വാക്യത്തിൻ്റെ ആരംഭം, ഒടുവിലത്തെ 3 വാക്യത്തിൻ്റെ അവസാനം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുവിനെ കുറിച്ച് ഈ പറയുന്നത്, ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. അടുത്തത് മരണത്തോളം. അതെല്ലാവരും മരിക്കത്തില്ലേ? നമ്മളെല്ലാം മരിക്കും. അസാധാരണമായ മരണം പറയുകയാണ്, ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴാനുമില്ല. ഒന്നുകൂടെ കണക്ട് ചെയ്യുകയാണ് ഞാൻ. ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല, ഇതിൽ കൂടുതൽ ഒരാൾ താഴാനുമില്ല. അതുകൊണ്ട് ഇത്രയും ഉയരത്തിലിരുന്ന ഒരാൾ ഇത്രയും താഴോട്ട് വന്നതുകൊണ്ട് പിതാവ് അവനെ ഉയർത്തിയപ്പോൾ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തി. അടുത്ത പദം, 3 ലോകങ്ങൾ ബൈബിൾ പറയുകയാണ്: സ്വർലോകം, ഭൂലോകം, അധോലോകം. സ്വർലോകം അവിടെ, ഭൂലോകം ഇത്. അധോലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രസ്റ്റ് 35 കിലോമീറ്റർ, മാൻഡിൽ 2870 കിലോമീറ്റർ. അത് കഴിഞ്ഞ് കോർ, ഉൾക്കാമ്പ് എന്ന് ശാസ്ത്രം പറയുന്ന, നാം വിശ്വസിക്കുന്ന എരിയുന്ന നരൻ. 1-ാമത്തെ ഘട്ടം കഴിഞ്ഞ് 2-ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള 4 സ്ഥലങ്ങളിൽ 1-ാമത്തെ സ്ഥലമാണ് ഇവിടെ പറയുന്ന അധോലോകം. അല്ലാണ്ട് മുംബൈയിലെ മാഫിയ സംഘമൊന്നുമല്ല. അപ്പോൾ അവിടെ ഇനി ഈ 3 ലോകത്തെക്കുറിച്ച് പറയുകയാണ്. ഈ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും എന്തോ പറയും? ശരിക്ക് വായിച്ചു നോക്കണം. യേശു യേശു ക്രിസ്തു കർത്താവ്. അത് 3 ദിവസം
ഞാൻ തന്നെ പ്രസംഗിക്കുന്ന ചില കൺവെൻഷൻ വരുമ്പോഴാണ് ഞാനത് മൂന്നും കൂടെ പ്രസംഗിക്കുന്നത്. ആരാണ് യേശു? ആരാണ് ക്രിസ്തു? ആരാണ് കർത്താവ്? ഉത്തരം, യേശു തന്നെയാണ് ക്രിസ്തു, ക്രിസ്തു തന്നെയാണ് കർത്താവ്, കർത്താവ് തന്നെയാണ് യേശു. ഇത് ഈ മൂന്ന് ലോകത്തുള്ളവർക്ക് മനസ്സിലാകണ്ടേ? ഭൂലോകത്തിൽ ഉള്ളവർക്ക് നമുക്ക് പരിചയപ്പെടാനായിട്ട് തന്ന നാമമാണ് യേശു. അതപ്പോൾ ഒരാഴ്ച മുമ്പ് ഡ്രമ്മക്കടിച്ച് ആളുകൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു. അപ്പോൾ നമുക്ക് പരിചയപ്പെടാൻ തന്ന പേരാണ് യേശു. പക്ഷെ ജീവിച്ചിരിക്കുന്ന യഹൂദനും മരിച്ച് ഒന്നാം പാതാളത്തിലേക്ക് പോയ അധോലോകത്തിലേക്ക് പോയവരും യേശുവിനെ അല്ല വിശ്വസിക്കുന്നത്. അവർ ദരിദ്രനായിട്ട് ജനിച്ച ഒരു യേശുവിനെ അവർക്ക് അന്നും വേണ്ട ഇന്നും വേണ്ട. അവർ വിശ്വസിക്കുന്നത് മശിഹായെയാണ്, ക്രിസ്തുവിനെയാണ്, അഭിഷിക്തനെയാണ്. ഇനി സ്വർലോകത്തിൽ യേശുവിനെ ആരും യേശുവേ എന്ന് വിളിക്കുന്നില്ല. ആരെന്ന് പറയാൻ ദൂതന്മാരുള്ളൂ. ക്രിസ്തുവേ എന്നും വിളിക്കുന്നില്ല. പിന്നെ എന്തോ വിളിക്കുന്നത്? കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പോൾ സ്വർഗത്തിലെ യേശുവിൻ്റെ പേരെന്തോന്നാ? കർത്താവ്. ഭൂലോകത്തിലെ യേശു, അധോലോകത്തിലെ ക്രിസ്തു. അതാണ് ഈ യോഹന്നാൻ 4:26 ശമരിയ സ്ത്രീ പറഞ്ഞു, മശിഹ എന്നു വെച്ചാൽ ക്രിസ്തു വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. സ്വർലോകങ്ങളിലെ കർത്താവ്. മൂന്ന് ലോകങ്ങളിലുള്ള ആളുകൾ മുഴങ്കാൽ മടക്കുന്ന ഒരു നാമം, അതാണ് യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ പറയുമ്പം ഇത്രയൊക്കെ സ്തോത്രം പോരെന്നേ. എന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ സ്തോത്രം പറഞ്ഞാലേ ഞാൻ പ്രസംഗിക്കൊള്ളൊന്നുമില്ല. എൻ്റെ കയ്യിലെ സംഗതിയുണ്ട്. ഞാൻ 9-15 വരെ പ്രസംഗിക്കും. അത്രയും തന്നിട്ടുണ്ട്. കാരണം ഒന്നാം ദിവസമായതുകൊണ്ടും നിങ്ങൾ ഈ 8 മണിക്കൊക്കെ വൈകി ഇങ്ങനെ ഓടി വരുന്ന കണ്ടപ്പം സംഘാടകർക്ക് തോന്നി ഈ പാവത്തങ്ങൾ വൈകി വരികയാണല്ലോ ആവലോടെ, അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ എന്ന് കരുതി 15 മിനിറ്റ് നീട്ടി വെച്ചിട്ടുണ്ട്. ഈ വൈകി വരുന്നവർക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെയും കൂടെ അവർ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് കരുതി എല്ലാ ദിവസവും വൈകി വരുന്നൊന്നുമില്ല. നാളെ കോമ്പൗണ്ടിങ് നിർത്തും. 3/4 ചക്രത്തിൻ്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് കൊത്തുപണികൾ ഉണ്ടാക്കി മുക്കുവണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ചുമന്ന് ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന ഒരു കുട്ടി ദൈവത്തെ ആരാധിക്കാനല്ല ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുന്നൊരു നാമമുണ്ടെങ്കിൽ, ഇരിക്കുന്നതൊരു 200-300 പേരെ ഉള്ളെങ്കിലും ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല ഇവിടെ സ്തുതി ഉയരുന്നത്. നടുക്കിരിക്കുന്നവന്റെ മഹത്വത്തിനനുസരിച്ചാണെങ്കിൽ ഈ സ്തുതി പോരാ. കരമൊന്ന് ചേർത്തടിച്ച് വാ തുറന്ന് പറ, യേശു മാത്രമാണ് 2024 ഞങ്ങളുടെ കർത്താവ് എന്ന് പറയാൻ അന്തസ്സ് തോന്നുന്നവർ കരമടിച്ചൊന്ന് പറഞ്ഞ് യേശു മാത്രം കർത്താവ് എന്ന്. ഭൂലോകത്തിലെ യേശു എന്ന് പറഞ്ഞ എന്താ? ഇന്നലെകളിൽ കാലിത്തൊഴുത്തിൽ ജനിച്ച് കന്യകമാതാവിൽ കൂടെ ജന്മമെടുത്ത് 33 വർഷം ജീവിച്ച് 35-ലേറെ അത്ഭുതങ്ങൾ ചെയ്ത് 6 സ്ഥലങ്ങളിൽ, പള്ളിയിൽ, കടലിൽ, കരയിൽ, വഴിയിൽ, ശവക്കോട്ടയിൽ, വീട്ടിൽ, 6 സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്ത് പാലസ്തീൻ്റെ പച്ചമണ്ണ് മുഴുവൻ നുകം വെച്ച മൃഗത്തെ പോലെ ഉഴുതുമറിച്ച് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും കണ്ണിൽ കണ്ടവരെ കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചു കൂടാതെ ദാനമായി ദാനധർമ്മങ്ങൾ നൽകി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പീലാത്തോസിന്റെ അരമനയിൽ നിന്നും കൽത്തളം മുതൽ കാൽവറി വരെ ഗദസമനയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഗബ്ബഥ മുതൽ ഗോൽഗോഥ വരെ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും ലോകം തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവറി കുന്നിലേക്ക് നടത്തി. നട്ടുച്ച സമയത്ത് കുടിവെള്ളം പോലും കിട്ടാതെ സ്വന്തം തോളിൽ തലചായ്ച്ചു മരിച്ച് മറ്റൊരുവന്റെ കല്ലറയിൽ അടക്കം ചെയ്ത
ആ യേശു, ഇന്നലത്തെ യേശു അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കൺവെൻഷൻ നടത്തത്തില്ലായിരുന്നു. അവൻ കല്ലറയിൽ ഒതുങ്ങിയില്ല. ന്യായപ്രമാണ വിധിയെ തകർത്തുകൊണ്ട്, കല്ലറയുടെ കവാട ബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് ഇന്ന് കർത്താവ് സ്വർഗത്തിലും 66ാമത്തെ കൺവെൻഷന്റെ നടുവിലും മാറത്ത് പൊൻകച്ച കെട്ടിയവനായും മനുഷ്യപുത്ര സദൃശനായവൻ ജീവനുള്ള ക്രിസ്തു. പോരാ, നാളെ ഇടത്തോട്ടും തിരിയാതെ വലത്തോട്ടും തിരിയാതെ ഇടം വലം പിരി ഒന്നും കൂട്ടുകൂടാതെ ഇവിടെയുള്ള സകല ഭരണസാരഥികളെയും മാറ്റിയിട്ട് ഏക ചക്രാധിപതിയായി വന്ന് ഒറ്റ പ്രതിപക്ഷം പോലും ഇല്ലാതെ 1000 വർഷം യെരുശലേമിൽ കസരയിട്ട് ഭരിക്കാൻ വരുന്ന നാളുകളിലെ കർത്താവ് 3 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരേ ഒരു ദൈവം. നോ കോംപ്രമൈസ്. പണവിട ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. 1000കണക്കിന് കർത്താക്കന്മാരെ ഊട്ടപ്പിൽ യേശു നിർത്താൻ പറ്റില്ല. അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധ്യനായി മറ്റൊരുവനില്ല. യേശു മാത്രം കർത്താവ്. അടുത്ത ഭാഗത്ത് പറയുന്നത് എല്ലാവരും കൂടെ പറയേണ്ടി വരുമെന്ന. എല്ലാവരും കൂടെ. ഇപ്പം അങ്ങനെ ആരും പറയത്തൊന്നുമില്ല. പറയണ്ട, പറയേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയൻ 2ാമതും കേരളത്തിൽ അധികാരത്തിൽ വന്നു. അതിനു മുൻപത്തെ ഫ്ലക്സ് ബോർഡുകൾ അറിയാമല്ലോ. തുടച്ചു മാറ്റണം ഈ ഭരണം, തുടരണം ഈ ഭരണം, തുടങ്ങണം അക്കൗണ്ട്. 3 പാർട്ടികളുടെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയൻ 2ാമത് കേരളത്തിൻ്റെ തുടർ ഭരണത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഞാനൊരു പാർട്ടിയുടെ ആളല്ല. ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ അവൻ്റെ സ്വകാര്യതകൾപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ മല്ലപ്പള്ളിയിൽ യോഗത്തിന് വന്നിരിക്കുന്നവരിൽ പല പാർട്ടിക്കാരും കാണും. ചുമ്മാ സ്നേഹത്തോടെ ഒരു ചോദ്യം: നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാ? ഉത്തരം സഖാവ് പിണറായി വിജയൻ. പാർട്ടിയിൽ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗവർണറുടെ മുൻപാകെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലി മിനിറ്റ്സിൽ ഒപ്പുവെക്കപ്പെട്ട് പ്രകടന പത്രികയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ, നയപ്രഖ്യാപന പ്രസംഗം നടത്തി കഴിഞ്ഞാൽ മല്ലപ്പള്ളിയിലുള്ള ഏതൊരാളും പറഞ്ഞേ പറ്റൂ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ്. ഇതുപോലെ ഇന്ന് യേശു കർത്താവല്ലെന്നും മറിയയുടെ മകനാണെന്നും സാധാരണക്കാരനാണെന്നും ദൈവമല്ലെന്നുമൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ: പറയേണ്ടി വരും. യേശു ഒരു കസേലിരിക്കുമ്പം അവൻ്റെ മുൻപാകെ വന്നിട്ട് യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞിട്ട് നരകത്തിൽ പോണ്ടി വരും. നരകത്തിലും പോണം, ഗതികെട്ട് പറയുകയും ചെയ്യണം. ഇത് രണ്ടും ചെയ്യാതെ ഇന്ന് രാത്രി അന്തസ്സോടെ 5 രൂപ കസേര ഇരുന്നു കൊണ്ട് യേശു മാത്രമാണെന്ന് കർത്താവ് എന്ന് പറയാൻ കിട്ടുന്ന ഭാഗ്യം ഒരു ഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഗതികെട്ട് പറയാതെ അന്തസ്സോടെ പറയുവാൻ കൃപ ലഭിക്കപ്പെട്ട ദൈവജനത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഒരു ദൈവശാസ്ത്ര വിഷയമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം യേശു ദൈവമാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ സൂചിയുടെ പ്രസംഗം എന്നതാ ഉള്ളത് പാസ് അല്ലേ പ്ലസന്റ് പാസ്? വേറെന്തോ ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം 33.5 വർഷമാണ്. ഇപ്പം തർക്കിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. പോട്ടെ, നമുക്കതിലൊന്നും പോകണ്ട. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ 3.5 വർഷമാണ്. ഈ 3.5 വർഷത്തിൽ നിങ്ങൾ ശരിക്കും വചനം ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്നുള്ളതായിരുന്നു അപ്പോസ്തലന്മാരുടെ വിഷയം. അതറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ വായിക്കുന്നത് പൗലോസ്
എല്ലാ പള്ളികളിലും എന്തോ തെളിയിച്ചു എന്നാ, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് സംസാരിച്ചെന്ന. ഇനി രക്ഷിക്കപ്പെടാനുള്ള കുറേ വാക്യമുണ്ട്, 1 ഡസൻ വാക്യമുണ്ട്. അതിൽ ഒരു വാക്യം റോമർ 10:9. അതെന്ന് പറഞ്ഞ് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ടേറ്റ് പറയണമെന്ന്. അപ്പം യേശുവാരാ കർത്താവാരാന്ന് പിടികിട്ടിയല്ലോ. യേശുവിനെ കർത്താവെന്ന്, യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യ, കർത്താവ് ഉടമസ്ഥൻ ഭരിക്കുന്നവൻ എന്നാണ്. ഓക്കെ, അപ്പം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശു ആണ് കർത്താവെന്ന്, ക്രിസ്തുവെന്ന്, ദൈവമെന്ന് 3 കൂട്ടർക്ക് മനസ്സിലായി. കുറേ പേർക്ക് മനസ്സിലായി. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 കൂട്ടർ അവർക്ക് മനസ്സിലായി. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവാണ് ആര്? ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ്. 3 കൂട്ടർക്ക് വെളിപ്പാട് കിട്ടി. ഈ യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് 3 കൂട്ടർക്ക് വെളിപ്പാട് കിട്ടി. ഇനി ഒരു കാര്യവും കൂടെ, യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് മനസ്സിലായിട്ടും വെളിപ്പാട് കിട്ടിയിട്ടും 3 കൂട്ടർ സംശയിച്ചു. ഓക്കെ, അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ തന്നു കഴിഞ്ഞു. യേശുവാണ് ക്രിസ്തുവെന്ന് 3 കൂട്ടർക്ക് മനസ്സിലായി, 3 കൂട്ടർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടും മനസ്സിലായിട്ടും 3 കൂട്ടർ സംശയിച്ചു. അപ്പം അതിൽ നമ്മളുമായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാവുന്നത് 3ാമത്തെ വിഷയമായതുകൊണ്ട്, യേശു ക്രിസ്തുവാണെന്ന്, കർത്താവാണെന്ന് മനസ്സിലായിട്ടും വെളിപ്പെട്ട് കിട്ടിയിട്ടും സംശയിച്ച 3 കൂട്ടരെ ഒന്ന് അവതരിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു പിരിയണം. സ്തോത്രം. യേശുവെ പോലെ ആരുമില്ല, അങ്ങനൊരു പാട്ടില്ലേ? യേശുവെ പോലെ ആരുമില്ല. അപ്പോൾ അത് പാടിയില്ലായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതും കൂടെ പാടാൻ തയ്യാറാക്കിയിരുന്നു. നമുക്കതൊക്കെ പാടി വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച്, ആരാണ് ആ 3 കൂട്ടർ? യേശു ക്രിസ്തു കർത്താവാണെന്ന്, ക്രിസ്തുവാണെന്ന് വെളിപ്പെട്ട് കിട്ടി, മനസ്സിലായി, പക്ഷേ സംശയമുണ്ടായി. സ്വാഭാവികം. 1ാമത്തെ കൂട്ടർ ഉപദേശിമാർ. സാധാരണ എല്ലാ പ്രസംഗവും നിങ്ങൾക്കുള്ളതാണല്ലോ, അപ്പോൾ ഇത് ഞങ്ങൾക്കുള്ളതായിക്കോട്ടെ. അവിടെ ഒരു ചിരിയുണ്ടോ? ഉപദേശിമാർക്കുള്ളത് കൊടുക്ക്, മറ്റു മതി ഞങ്ങൾക്കുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവാണ്, കർത്താവാണെന്ന് വെളിപ്പെട്ട് കിട്ടിയിട്ടും മനസ്സിലായിട്ടും സംശയിച്ച 1ാമത്തെ ഗ്രൂപ്പ് ആരാണ്? ഉപദേശിമാർ. ഞങ്ങൾ പാസ്റ്റർമാർ. ഉപദേശിമാരെന്നൊക്കെ പറഞ്ഞ പാസ്റ്റർമാർ ഇരുന്നോട്ടെ. 2, യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് സംശയം. 3, ഞെട്ടിപ്പോകും, യേശുവിനോടൊപ്പം ഉറങ്ങിയ 3.5 വർഷം സന്തത സഹചാരികളായിരുന്ന അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർക്ക് സംശയം, ഇവൻ തന്നെയാണോ ക്രിസ്തു? ഈ 3 കൂട്ടർക്ക് സംശയിക്കാമെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണോ? അതുകൊണ്ട് പുതുവർഷത്തിൽ 2024 ഉറപ്പിച്ച് മുന്നോട്ട് പോകണം. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ആരാധന മുടക്കുന്നവരുണ്ട്. ഈ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ച പള്ളി വന്നില്ലെങ്കിൽ അതൊന്നുമല്ല. എപ്പോഴാണ് മുന്നേറിയതെപ്പോഴാണ്? ഇന്ന് മുതൽ യേശുവിനെ രക്ഷിതാവും അപ്പോഴായി മുന്നേറിയത് കേട്ടോ. അപ്പോൾ ആ പിന്മാറ്റം വന്നാൽ ഈ കർത്താവെന്ന് വിശ്വസിച്ചതിൻ്റെ കടക്കാണ് കത്തിവെക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് വേഗം പോകാം. ഉപദേശിമാരെ കുറിച്ച് ആദ്യം പറയാം. ഏതാണ് ഉപദേശം എന്ന് മനസ്സിലായല്ലോ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ദൈവത്വം സംശയിച്ച ഒരു ഉപദേശിയെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അടുത്ത ഭാഗത്തോട്ട് കിടക്കാം. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട്
തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കുകയോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു. ഞാൻ ബാക്കി വിശദീകരിക്കാം. ഉപദേശിനെ മനസ്സിലായല്ലോ അല്ലേ? സ്നാപക യോഹന്നാൻ ഞങ്ങളെക്കാളൊക്കെ മിടുക്കനാണ് കേട്ടോ. അവിടെ പിന്നെ ഞങ്ങൾ സംശയിച്ചതിൽ ഞങ്ങളെക്കാളൊക്കെ മിടുക്കനാണ്. യേശു ദൈവമാണെന്ന്, ക്രിസ്തുവാണെന്ന്, കർത്താവാണെന്ന് യോഹന്നാൻ സ്നാപകന് എപ്പോഴൊക്കെ മനസ്സിലായി? പല പ്രാവശ്യം മനസ്സിലായി. വെളിപ്പെട്ടും കിട്ടി. പ്രഭാഷണത്തിലേക്ക് വരാം. യോഹന്നാൻ്റെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നേക്കാൾ വലിയവൻ, അവന് ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, പതിർക്കെടാത്ത തീയിലിട്ട്. അപ്പം യേശുക്രിസ്തു എന്നേക്കാൾ വലിയവനാണെന്നുള്ളത് പ്രസംഗിച്ച ആളാണ് യോഹന്നാൻ സ്നാപകൻ, അപ്പോസ്തലനല്ല. ഇനി വെളിപ്പെട്ട് കിട്ടിയതറിയണോ? യേശുക്രിസ്തു സ്നാനമേൽക്കുന്ന സമയം പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവൻ്റെ മേൽ ആവസിച്ചു. പിതാവായ ദൈവത്തിൻ്റെ ഡിക്ലറേഷൻ എന്താണ്? ഇവൻ എലീഹൂദിൻ്റെ മകനായ, എലയാസാറിൻ്റെ മകനായ, മത്താൻ്റെ മകനായ, യാക്കോബിൻ്റെ മകനായ, യോസേഫിൻ്റെയോ മറിയയുടെയോ മകനല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പം വെളിപ്പെട്ടും കിട്ടിയല്ലോ. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യോഹന്നാനെ ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് നീ കാണുന്നുവോ അവനാണ് ക്രിസ്തു. അപ്പൊ മനസ്സിലാകുകയും ചെയ്തു, വെളിപ്പെട്ടും കിട്ടി. ഇനി എന്നതായി സംശയിക്കുന്നേ? അത് പറയാം. യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ അനന്തരം യോഹന്നാൻ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായോ എന്നുള്ളതിന് തെളിവൊന്നുമില്ല. എൻ്റെ ഒരു ചിന്തയാണ്. ചിന്തിച്ചു കാണുമായിരിക്കും, ഇനിയിപ്പോൾ അങ്ങ് തകർത്ത് പ്രസംഗിച്ചേക്കാം, നോക്കാൻ ആളുണ്ട്. ആരുണ്ട്? യേശു ഉണ്ടെന്ന്. ഒറ്റ പ്രസംഗം, കോംപ്രമൈസ് ഇല്ല. താലത്തിൽ വരുമെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിട്ട് പ്രസംഗിച്ചു. അറസ്റ്റ് ചെയ്തിങ്ങനെ കിടക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ മനസ്സിലൂടെ പോയൊരു കാര്യം, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കാരണം യേശു പള്ളിയിൽ പ്രസംഗിച്ചത് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ ഞാൻ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ബദ്ധനായി കിടക്കുകയല്ലേ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്നാനപ്പെടുത്തിയ ആൾ പാസ്റ്ററും സ്നാനപ്പെട്ടത് വിശ്വാസിയല്ലേ. എന്തായാലും എൻ്റെ ഈ ബന്ധനാവസ്ഥയിൽ വിടുവിക്കാൻ ആര് വരും? യേശു വരാൻ സാധ്യതയുണ്ട്. ആ ചിന്തയിൽ അദ്ദേഹം അന്ന് രാത്രി ഏത് പാട്ട് പാടിക്കാണും എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നീങ്ങിപ്പോയി. അതൊന്നും ഇവിടെ പാടിയിരുന്നല്ലോ. ഇതൊക്കെ പാടുമ്പോൾ സ്റ്റെപ്പൊക്കെ വെച്ചാൽ പാടും. നീങ്ങിപ്പോയി. പക്ഷെ അന്ന് രാത്രി യേശു വന്നില്ല. അപ്പം രണ്ടാം ദിവസം ഏത് പാട്ട് പാടി കാണും? കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾക നാഥനെ ഭക്തിയിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കൃപ തരണമെന്നായി പറഞ്ഞിട്ട് അർത്ഥം. രണ്ടാം ദിവസം യേശു വന്നില്ല. മൂന്നാം ദിവസമായപ്പോഴേക്കും ചിലപ്പോൾ ആ പാട്ടും പാടിക്കാണും. ദുഃഖത്തിൻ്റെ കർത്താവ് തന്നാൽ പിന്നെ മേടിക്കുകയല്ലാതെ യേശു വന്നില്ല. യേശു ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു സ്നേഹമില്ലാത്തവരുടെ വീട്ടിൽ പെട്ടെന്ന് പോകും. ഭയങ്കര സ്നേഹമുള്ളവരുടെ വീട്ടിൽ ചത്താലും പോവില്ല. നമുക്കങ്ങനെ ചില അനുഭവങ്ങളൊക്കെ കാണും ചിലപ്പോൾ കേട്ടോ. ശ്രദ്ധിച്ചോളൂ. അപ്പം ഈ പിറ്റേ ദിവസം മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. അവിടെ ചെല്ലുമ്പം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ? ഞാനതിനെ ഞങ്ങളുടെ ഭാഷയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഞാൻ ഈ കുറേ നാളുകളായിട്ട് ഞാൻ ഈ ഇരിക്കുന്ന യുവദാസന്മാരെ കുറിച്ചൊന്നും, ഞാൻ അടങ്ങുന്ന ഞങ്ങളുടെ സമൂഹത്തെക്കുറിച്ചോ ഒക്കെ തന്നെയാണ് പറയുന്നെങ്കിലും ഞങ്ങളാരും അങ്ങനെ ചെയ്തിട്ടല്ല. നമുക്കറിയാമല്ലോ, പട്ടത്വ സഭകളിൽപ്പെട്ട ധാരാളം പുരോഹിതന്മാർ പാസ്റ്റർമാരാവാം. അതൊക്കെ നമ്മൾ ആഘോഷിച്ചിരുന്നു.
ആണ്ടെ ഇപ്പോൾ ഒരു പണി, ഉപദേശിമാരിൽ പലരും പുരോഹിതന്മാരാവുക. എന്തിനാണെന്ന് ഞാൻ ആരെയും വ്യക്തിപരമായി കണ്ട് ചോദിച്ചിട്ടില്ല, ഒരാളെ കണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ജുബ്ബായ്ക്ക് നീളം കൂടിയല്ലോ. പറഞ്ഞു, ഓ ഇത്രയും നീളമുള്ള ജുബ്ബയിട്ടുണ്ട് നടന്നാൽ സർക്കാരിന് നമ്മെ സഹായിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ജുബ്ബയുടെ നീളം കുറച്ചും കൂടെ കൂട്ടി. ഞാൻ പറഞ്ഞു, അത് ഇട്ടേച്ച് പോകുന്നതാണല്ലോ, എന്നാലും ഇപ്പം അത് പിടിച്ചാലേ രക്ഷയുള്ളൂ. സഭയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ കർത്താവിന് പറ്റിയ അത്ര വലിയ കഴിവുണ്ടെന്ന്, അതുകൊണ്ട് സർക്കാർ ഇതൊന്നും കൊണ്ടുപോകാതിരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ചിന്ത വെച്ചു, ഇത്രയും നാളും നമ്മൾ എന്തോ ഈ പ്രസംഗിച്ച് യേശു വലിയവനാണ്, യേശു അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ, പെന്തക്കോസ്തിലെ വളർച്ചയൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ കെട്ടിടമൊക്കെ കണ്ടുകൊണ്ടെങ്ങാനും വിശ്വാസത്തിൽ വന്നവരാണോ? അല്ല. 1350 വീട്ടുകാരുള്ള അത്തിക്കാട്ട് പള്ളിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ 2.5 സെന്റിനകത്ത് 4 തെറ്റ് കെട്ടിപ്പൊക്കി കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത തെങ്ങിൻ്റെ ഓലയും അതേ കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത തഴപ്പായും ഒരു വശം പൊട്ടിയത് അമ്പേറും അടിച്ച് അന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സൈഡിൽ ഭിത്തി പോലും ഇല്ലെങ്കിലും അതിനകത്തിരുന്ന് ആരാധിച്ചപ്പോൾ ഉണ്ടായ ചൂടും ശുഷ്കാന്തിയും വഴിയെ പോകുന്നവർ നോക്കി നിൽക്കുമ്പോഴും അണമുറിയാത്ത പ്രവാഹമായി ഉത്ഭവിച്ച അന്യഭാഷയും ഇന്നത്തെ AC റൂമിനകത്തും ആൽബലം കൊണ്ടും നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് അതിന്റെ മറുപടി. അതുകൊണ്ട് ആറിത്തണുത്ത ആത്മീക ലോകത്തോട് ഞാൻ പറയുകയാണ്, സിയോൻപുരത്തെ ബിൽഡിംഗ് ഉണ്ടാകുന്നതിന് മുൻപ് ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി വന്നൊരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് വിട്ടതിലേക്ക് തിരികെ പോകാനുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുന്നവരായി മാറണം. യേശു മാത്രം കർത്താവ്. എന്തിനാ അവന്റെ ദൈവത്വത്തെ സംശയിക്കുന്നത്? നാളെകളിൽ എനിക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഒരു ലജ്ജയുമില്ലാതെ ഒരു എന്തുവാ പ്രസംഗിച്ച്, എനിക്കൊന്നും അറിയത്തില്ല വാസ്തവത്തിൽ. നമ്മുടെ കാരാഗ്രഹങ്ങൾ വിടുവിക്കാനാണോ യേശുവിനെ സ്വീകരിച്ചത്? നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാനാണോ യേശുവിനെ സ്വീകരിച്ചത്? അതൊക്കെ ഇവിടെ വിപണിയിൽ വിറ്റഴിച്ച ഒരാത്മീക തന്ത്രമെന്നേ ഉള്ളൂ. രക്ഷിക്കപ്പെടുന്ന രോഗം മാറാനുമല്ല, വീട് കിട്ടാനുമല്ല, അമേരിക്ക പോകാനുമല്ല, ആത്മാവിനെ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനാണ് രക്ഷിക്കപ്പെടുന്നത്. അതിന്റെ കൂടെയുള്ള ചില നന്മകൾ മാത്രമാണ് ആദ്യം പറഞ്ഞതെല്ലാം. 35 വർഷം എനിക്കൊരു വീടുണ്ടായിരുന്നില്ല. ഞാൻ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല. ഇപ്പോഴും അതിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഒരു വീടുണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പറയും, എൻ്റെ വിജയ്, ഈ വീടുണ്ടായതോടുകൂടി ചില പ്രാഗൽഭ്യങ്ങളൊക്കെ പോയി എന്ന്. സത്യം. കാരണം പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ, നാടില്ല നമുക്കീ ഉലകിൽ, വീടില്ല നമുക്കീ മരുവിൽ, അങ്ങനെയൊക്കെ പാടും. ഇപ്പൊ പാടാറില്ല, കാരണം 2 നില വീടാ. ഞാൻ പാടാറില്ല. അത് വരുമ്പോൾ ഞാൻ വിടാതിരിക്കും. സ്വന്തമായൊന്നുമിൽ, ഒയ്യോ, ഞാനൊന്നും പാടാറില്ല. എന്നതൊക്കെയാ സ്വന്തമായിട്ടുള്ളത് എനിക്കെന്നെ അറിയുന്നത്. ഞാൻ പറഞ്ഞു ചില പ്രാഗൽഭ്യമൊക്കെ പോയി. സ്തോത്രം. അതൊന്നും പാപമാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല. കർത്താവ് തരട്ടെ ഒരു വീടും സൗകര്യങ്ങളും മഞ്ഞ മഴയേൽക്കാതിരിക്കാനൊക്കെ തരട്ടെ. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, 2023 ഡിസംബർ 31 കഴിഞ്ഞിട്ടും വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതലില്ലെങ്കിൽ, മറ്റുള്ളവർക്കുണ്ടാകുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ പോലെ എനിക്കൊരു അനുഗ്രഹമില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ
അതൊന്നും യേശുവിനെ തള്ളിപ്പറയാനുള്ള കാരണങ്ങളായി കണക്കാക്കരുത്. നാൽക്കവലയിൽ നിൽക്കുന്ന ആൽമരത്തിന് കൊടുങ്കാറ്റുകൾ വീശിയടിക്കാറുണ്ട്. ഈ മാവേലിക്കര ഭാഗത്തൊക്കെ കൊച്ചാലമൂട് അല്ലേ, ആലും മാവും കൂടെ ചേർന്ന് നിന്നാൽ പിന്നെ ആൽമാവ് ഇങ്ങനെയൊക്കെ പറയും. ആലിൻ്റെ ഇലയ്ക്കൊക്കെ കനം കുറവാണ്. ആൽമരം എങ്ങനെ അന്തസ്സോടെ നിൽക്കുക. അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റടിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് ഈശാനമൂലിനെ കടിക്കുന്നത്. ഉണക്കക്കമ്പെല്ലാം പടപെടാന്ന് പൊട്ടി താഴെ വീടും. പച്ചക്കമ്പുകൾ ഉലഞ്ഞാടി വീശിയടിക്കുന്ന വിശരണം കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കെപ്പില്ലാതെ ഉരിഞ്ഞ് താഴെ വീണിട്ടുമില്ല, ആടി ഒലിച്ച് പിന്നെ പശ ഒലിപ്പിച്ച് നിൽക്കുക. കൊമ്പുകളെല്ലാം ആകെ ഉലഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ട് ആൽമരത്തിൻ്റെ അന്തസ്സ് മുഴുവൻ പോയി. കൊടുങ്കാറ്റും പോയി. ക്ഷീണിച്ചു നിൽക്കുന്ന ആൽമരം ദൈവത്തോട് ചോദിച്ചു, അങ്ങേ ജംഗ്ഷനിൽ കൂടെ ഈ കൊടുങ്കാറ്റിനെ വിടാമേലായിരുന്നു. ഈ നാൽക്കവലയിൽ 4 പേര് അറിയുന്ന പോലെ അന്തസ്സായി നിൽക്കുന്ന എൻ്റെ ദേഹത്ത് തന്നെ അടിപ്പിച്ചിട്ട് അങ്ങേക്ക് എന്ത് കിട്ടാനാ? ദൈവത്തിൻ്റെ മറുപടി നമ്മൾ ഏറ്റെടുക്കണം. കുഞ്ഞേ, നീ കുറേ നാളായിട്ട് പാടുകയാ, എന്തെല്ലാം പാടാറുണ്ടോ? അപ്പോൾ നീ കുറേ നാളായിട്ട് പാടുക. കാരണം ഒന്നും വരാതിരുന്നപ്പോൾ ഈ പാട്ടൊക്കെ പാടാൻ സുഖമാണെന്നേ. അപ്പം ഞാനും വിചാരിച്ചു, ഒന്നും നിനക്ക് തന്നിട്ടില്ലല്ലോ, എന്തെങ്കിലും ഒന്ന് തരണമെന്ന് ഞാനും വിചാരിച്ചു. ഈ കൊടുങ്കാറ്റ് നിനക്ക് അടുപ്പിച്ചത് നിന്റെ ഉണക്കക്കമ്പുകൾ പൊട്ടി താഴെയിടാനല്ല, ഈ ബലഹീനമായ കമ്പുകൾ പൊട്ടി ഉരിഞ്ഞ് പശയൊലിപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ തന്നെ നാണം കെടുത്താനുമല്ല. മറിച്ച് ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ വിശറൻ കാറ്റുകൾ ജീവിതത്തിൽ വന്നാലും മറിഞ്ഞു വീഴാതിരിക്കത്തക്ക നിലയിൽ നിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാനാണ് ഞാൻ കൊടുങ്കാറ്റടിപ്പിച്ചത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപ പ്രാപിച്ചിട്ടും ഇന്നുവരെ ചില പ്രതിസന്ധികൾ മാറിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്നാണെന്നറിയാമോ? നിന്നെ ഒരു ഇയോബായി ISI മാർക്കുള്ളവനായി ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. ഏത് കൊടുങ്കാറ്റിലും പിന്തിരിയപ്പെടാൻ കഴിയാത്ത വിധം വേരുകൾ ആഴത്തിലേക്ക് ഇറക്കിയവർ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. ക്രിസ്തുവിൽ വേരൂന്നുവാൻ കൃപ നൽകിയ ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവർ എന്നു പറഞ്ഞു, എന്തുവാ, ഞങ്ങൾ യോഹന്നാൻ്റെ അടുക്കത്ത് വന്നിരിക്കുക, നീ തന്നെയാണോ ക്രിസ്തു എന്ന് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അതവിടെ ചെന്ന് പറ. അവൻ ആത്മീകനാ, തലേ കൈയൊന്നും വെക്കണ്ട, ദൂത് മനസ്സിലാവും. അവിടെ ചെന്നിച്ചു, എന്തോ പറഞ്ഞു, അവിടെ കാണുന്നു കേൾക്കുന്നു ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞു. എന്തോ അവിടെ കണ്ടത്, ബദ്ധന്മാർ വിടുവിക്കപ്പെടുന്നു. അപ്പോൾ എനിക്ക് വിടുതലില്ലല്ലേ? ഇല്ല. എന്തോ അവിടെ കേട്ടത്, ഒരു സുവിശേഷ പ്രസംഗം, എന്തുവായിരുന്നു സബ്ജക്റ്റ്. അങ്ങനെ ചിലർ ഈ അത്യാവശ്യം വചനമൊക്കെ അറിയാവുന്നതിന് പ്രസംഗിച്ചാൽ ഒരു വിഷയം ഉണ്ടാവും. ചിലർ പ്രസംഗിച്ചാൽ ഒരു വിഷയം ഉണ്ടാവുകയില്ല. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു വിഷയം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്നായിരുന്നു വിഷയം? അപ്പോൾ അവർ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. അത് ഞാൻ പ്രസംഗിച്ചതല്ലേ? അത് തന്നെ യേശു പ്രസംഗിച്ചേ. അത് ഞാൻ അതിനെ പ്രസംഗം കോപ്പി അടിക്കുകയാണോ? അത് ഞാൻ പ്രസംഗിച്ചല്ലേ, അത് തന്നെ യേശു പ്രസംഗിച്ചേ. 5 മിനിറ്റ് ധ്യാനിച്ചപ്പോൾ യോഹന്നാന് കാര്യം പിടികിട്ടി. എന്നാന്നറിയാമോ? എന്നെ ഒന്ന് ഇറക്കിത്തരാമോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം ഈ മാനസാന്തര പ്രസംഗം നടത്താനുള്ള ആഗ്രഹം കൊണ്ടാണ്. യേശു പറഞ്ഞു, നീ പ്രസംഗിച്ചത് മതി, നിനക്കെന്താ ബുദ്ധിമുട്ട്? ഈ വിഷയം പ്രസംഗിക്കണമെന്നല്ലേ ഉള്ളൂ. ഞാനുണ്ട് ഇവിടെ, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. 400 മീറ്റർ റിലേ ഓട്ടം നമ്മുടെ മിടുക്കി പെങ്കൊച്ച പ്രീജ ശ്രീധരൻ 4ാമത്തെ ലാപ്പിൽ ഓടാൻ നിൽക്കുന്നു. 3ാമത്തെ ലാപ്പിൽ ഓടി വരുന്ന കൊച്ചിന് കാലിടറുന്നു, വീഴാൻ തുടങ്ങുന്നു. പ്രീജ ശ്രീധരൻ 10 അടി പിറകോട്ട് മാറി വീഴാൻ പോകുന്ന കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൻ പിടിച്ചു മേടിച്ച് പിറകിൽ നിന്ന് കുതിച്ചു പാഞ്ഞ് ഫിനിഷിംഗ് ലൈനിൽ ഒന്നാമതെത്തുന്നത് പോലെ 6 മാസം മൂപ്പുണ്ട് യോഹന്നാനെങ്കിലും
അവൻ്റെ ആത്മാവിൻ്റെ അന്ത്യം യേശുവിനാണ് അറിയാവുന്നത്. ഒറ്റ പ്രസംഗം മതി ഇവന്റെ തലതാലത്തിൽ വരുമെന്ന് കണ്ട കർത്താവ് ഒരു 10 അടി പിറകോട്ട് മാറി. അവൻ പറഞ്ഞ അതേ പ്രസംഗം പിടിച്ചു വാങ്ങിച്ചു പറഞ്ഞു, പൊക്കോ, ഞാനത് പ്രസംഗിച്ചോളാം. ദൂതുവല്ലം മനസ്സിലായോ? സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഒതുക്കാം, പക്ഷെ ഞങ്ങൾ പറയുന്ന സുവിശേഷത്തെ ഒതുക്കാനൊക്കില്ല. പ്രാർത്ഥിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാം, പക്ഷെ പ്രാർത്ഥനയെ കൊല്ലാനൊക്കില്ല. ഇവിടെ 66 കൊല്ലം മുൻപ് സുവിശേഷം ആരംഭിച്ചവർ മൺമറഞ്ഞു പോയി. ഞാനും മരിക്കും, നമ്മളെല്ലാം മരിക്കും, പക്ഷെ മല്ലപ്പള്ളിയിൽ നമ്മൾ പറഞ്ഞ വചനം മരിക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നവരെ ആ കരമൊന്ന് ചേർത്തടിച്ചു. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവജനം അങ്ങനെ തലമുറ കൈമാറിയ ഞങ്ങളൊക്കെ ഇത് പറയുന്നേ. ഞങ്ങളുടെയൊക്കെ കാലം തീരാറായി, പക്ഷെ തീരുകയില്ല. ആണ്ടേ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അടുത്തയാള് എഴുന്നേറ്റ് കഴിഞ്ഞു. അതുപോലെ കുറേ പേര് എഴുന്നേക്കുന്നേ. സുവിശേഷം ഒരിക്കലും ലോകത്തിൽ അവസാനിക്കുകയില്ല. സ്തോത്രം. മരിക്കാത്ത പാട്ടാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അറിയാമോ? എമ്മി ചെറിയന്നവരൊക്കെ മരിച്ചിട്ട് കാലം എത്രയായിരുന്നേ? KV സൈമൺ സാറൊക്കെ മരിച്ചിട്ട് കാലം എത്രയായി? ഇപ്പോഴും 50 വർഷം പാടി ആൾ രക്ഷിക്കപ്പെടുന്നുണ്ടെന്നേ. മരിക്കാത്ത പാട്ടാണ് നമ്മുടെ, മരിക്കാത്ത പ്രാർത്ഥനയാണ് നമ്മുടെ. ലയിച്ചു ചേരാത്ത കണ്ണുനീരാണ് സഹോദരിമാരെ ഇവിടെ ഒഴുക്കിയത്. തീരാത്ത മെസ്സേജാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പറയുന്നവർ അവസാനിച്ചാലും പറയപ്പെട്ട ക്രിസ്തു ഇവിടെ മാറുകയില്ലോ. എല്ലാ കാലത്തിലും യേശു മാത്രം കർത്താവ്. യോഹന്നാന്റെ സംശയം മാറി, നമ്മുടെ സംശയം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഈ കർത്താവിനെ കൈവിടാതിരിക്കുവാൻ, വന്നതിലേക്ക് തിരിച്ചു പോകാതിരിക്കുവാൻ എനിക്കിടയാകട്ടെ. നമുക്കെല്ലാം കർത്താവ് സഹായിക്കട്ടെ. നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. കേട്ടുകൊണ്ടിരുന്ന പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് സംശയം. ശിഷ്യന്മാരല്ല, ശ്രോതാക്കൾക്ക് സംശയം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. നമുക്കെല്ലാം പരിചയമുള്ള ഭാഗമാണ്. യേശു ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി നടക്കുക. നമുക്കതൊന്നും, അത് നല്ലതാ, എന്നാലും മണ്ഡപവും ഒക്കെ പറയുന്നതിനേക്കാൾ നല്ലത് നടക്കുന്ന യേശുവിനെ പറയുകയല്ലേ. അങ്ങോട്ടൊക്കെ വേ ചാടിക്കിടക്കാം. അപ്പം യേശു അങ്ങോട്ട് നടക്കുന്നു. കുറേ ആളുകൾ യേശുവിൻ്റെ പുറകെ അങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ യേശു ഇങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങോട്ട്. ഈ എല്ലാ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അത് നമ്മൾ മാറ്റിയാലൊന്നും മാറുകയില്ല. ആകെ തന്നെ കിടന്നോട്ടെ, നമുക്കതൊന്നും ചിന്തിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവർ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. എക്സ്ക്യൂസ് മീ, യേശുവിനെ തടഞ്ഞു. അടുത്ത ചോദ്യം കേട്ടു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? കർത്താവ് വല്ല ആശയം കൊടുത്തോ അവർക്ക്? ഒന്നുമില്ല. ഇവരിങ്ങനെ ആശിച്ചുകൊണ്ട് പുറകെ നടക്കുകയാണ്. ശ്രദ്ധിച്ചോളം കേട്ടോ. യേശു നമുക്ക് തരുന്നതെന്താ? നമ്മൾ യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്താ? അതാ ഞാൻ പറഞ്ഞത്, യേശു തരുന്ന സ്വർഗമാണ്, നിത്യതയാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ബാക്കിയൊക്കെ പുറകെ വരുമായിരിക്കും. മുൻപേ അവൻ്റെ രാജ്യവും അതോടുകൂടെ, അങ്ങനെ ആക്ഷൻ കേട്ടോ, ഇതോടുകൂടെ ഇതൊക്കെ നമ്മൾ നേരെ തിരിച്ചിട്ടു, ഇതോടുകൂടെ അതൊക്കെ ഇതാക്കി അട്ടെ. അപ്പം എന്നത് ആശിപ്പിക്കുകയാണ്, നീ ക്രിസ്തുവെങ്കിൽ ഒന്ന് തെളിച്ച് പറ. എന്താണ് അവരങ്ങനെ വീർപ്പ് പൂട്ടി ചോദിക്കാനുള്ള കാരണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, കൺഫ്യൂഷൻ.
എന്ത് കൺഫ്യൂഷൻ! ഈ യേശുവിൻ്റെ പ്രസംഗവും രീതികളും ഒക്കെ കാണുമ്പം ഇവൻ യേശു ആണോ അതോ ക്രിസ്തു ആണോ എന്നൊരു സംശയമുണ്ട്. അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത അറിയാമോ? യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആരെങ്കിലും യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവനെ അപ്പോഴേ പള്ളിയിൽ നിന്ന് പുറത്താക്കും. യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകേണം എന്നാ വചനം. അപ്പം ഇവർ യേശുവിൻ്റെ പുറകെ നടക്കുമ്പം ഇതാ സത്യമെന്നവർക്ക് മനസ്സിലായി തുടങ്ങി. നമ്മുടെ ഇടയിൽ അങ്ങനെയല്ലേ? എല്ലാ യോധനും വരും, അവർ സ്നാനപ്പെടുമൊന്നുമില്ല, അവർ പറയും ഇതാ സത്യമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നേ. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആത്മാവിൽ നിറയും, ഇതൊക്കെ അറിയാമെന്നേ. പിന്നെ അച്ഛൻ സമ്മതിക്കുന്നില്ല, അവർ സമ്മതിക്കില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ നോക്കുമ്പം ഈ യേശുവിനെ ക്രിസ്തുവെന്നെങ്ങാനും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ച് യേശുവിൻ്റെ പുറകെ പോയാൽ അപ്പോഴേ പള്ളിയിൽ നിന്ന് പേര് കിട്ടും, ഉറപ്പാണ്. ഇനി എന്നാ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോകുന്നു? യേശു എങ്ങാനും 6 മാസം കഴിയുമ്പോൾ ഞാൻ ക്രിസ്തുവൊന്നുമല്ല, ഞാനും പ്രവാചകനാണെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? തിരിച്ച് പിന്നെ പള്ളി പോണ്ടായി. അപ്പം ആ ഗതികേട് ഒഴിവാക്കാനാണ് ഇവർ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ്, ഈ ക്രിസ്തുവെങ്കിൽ ഒന്ന് സ്പഷ്ടമായിട്ടൊന്ന് പറയാമോ? അവിടെയാണ് യേശു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. യേശു വിട്ടി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? എന്നാൽ പിന്നെ ഈ ഭാവത്തങ്ങൾ ചോദിക്കും, യെസ് ഞാനാണ് ക്രിസ്തു, അങ്ങനെ പറയാമേലേ? പറയില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ആരോടാ? ശമരിയ സ്ത്രീയോട്. അതിൻ്റെ കാരണമുണ്ട്. എന്താ കാരണം? 5 ഭർത്താക്കന്മാർ, ഇപ്പോഴുള്ളവന് ഭർത്താവല്ല, അവരൊക്കെ മാംസദാഹികളാണ്. ഉപഭോഗ സംസ്കാരത്തിൽ കീറി പറഞ്ഞു പോയ അവളുടെ ജീവിതം തുന്നിക്കെട്ടാൻ ഇനി ആരുമില്ലെന്ന് അവൾ പറയുകയും മശിക വരുമ്പോൾ ഞാൻ നന്നാകും എന്നവൾ പറയുന്നത് കേട്ടപ്പോൾ യേശുവിനെ പിടിവിട്ടു. കൊച്ചേ, നീ മശികയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഞാൻ ആരോടും പറയാത്തൊരു കാര്യം നിന്നോട് പറയുന്നു. നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശിക. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അന്വേഷിച്ചാണ് യേശു വന്നത്. അതിന് തെളിവാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ യേശു എന്താ അവിടെ പറയാത്തത്? ഞാനാണിത് പറയാത്തത്. എന്താ? പല കാരണങ്ങളാണ്. പല കാരണങ്ങൾ. എന്താ പല കാരണങ്ങൾ? ഒന്ന്, ഈ കാണുന്നവരോടൊക്കെ ഞാനാണ് കേട്ടോ ക്രിസ്തു. ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, ദൈവം ഞങ്ങളോട് നേരിട്ട് സ്നാനമൊക്കെ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ യേശു ആരോടും സ്നാനപ്പെടാൻ പറയൂ? എനിക്കറിയാൻ മേല. എൻ്റെ ആദ്യത്തെ പുസ്തകം സ്നാനം അത്യാവശ്യമാണോ എന്ന പുസ്തകമാണ്. ഇപ്പോൾ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അത് 3ാമത്തെ എഡിഷനാണ്. പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ അവിടുത്തെ മീറ്റിങ്ങിനെ കൊണ്ടുവന്നുകൊണ്ട് പറയാതിരുന്നത് എൻ്റെ പിറകിലുണ്ട്. 150 ബൈബിൾ ക്ലാസ് ദൈവദാസന്മാർക്ക് എടുക്കാം, സൺഡേ സ്കൂൾ അധ്യാപകർക്കും പ്രയോജനപ്പെടും. 3 കൊല്ലം സഭയിൽ ക്ലാസ് എടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ നോക്കിച്ച് പോകണം. പിറകിലുണ്ട് ഒരു 10 കോപ്പി. അപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകം സ്നാനം അത്യാവശ്യമാണോ എന്നാണ്. അങ്ങനെ ആരെങ്കിലോട് യേശു സ്നാനപ്പെടാൻ പറയൂ? ഇല്ല. എന്താ കാര്യം അറിയാമോ? ഞാൻ ദൈവമാണെന്ന് ഗതികെട്ട് പറയേണ്ട ഒരു ഗതികെട്ട ദൈവമല്ല യേശു. അതാ ഈ കാണുന്നവരൊക്കെ അവരാജോ ഞാനാട്ടെ ഇങ്ങനെ ഗതികെട്ട് പറയേണ്ട കാര്യമില്ലെന്ന് യേശുവിന്. അപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലാക്കും? അത് പറയാം. യേശു പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോ പറഞ്ഞു? എപ്പോ പറഞ്ഞു? എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഒരു ഉദാഹരണം, യേശുവിൻ്റെ അവകാശവാദങ്ങൾ 7 ഇല്ലേ? 7 തുടങ്ങുന്നത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, 7 അവസാനിക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ നടുക്കുള്ളത് എന്താകുന്നു? അതാണ് ഞാൻ നല്ല ഇടയൻ ആകുന്നു, ഞാൻ മുന്തിരിവള്ളി ആകുന്നു, ഞാൻ പുനരുത്ഥാന ജീവനും ആകുന്നു, ഞാൻ വഴി സത്യജീവനും ആകുന്നു, ഞാൻ ലോകത്തിൻ്റെ. അപ്പോൾ ആ നടുവിലത്തെ വാക്കങ്ങോട് മാറ്റിക്ക് എന്തോ കിട്ടും? ഞാനാകുന്നു. ഇത് ആരുടെ പേരാന്ന് കരുതി ഇരിക്കുന്നത്?
പഴയ നിയമത്തിൽ ആളുകൾ ചോദിച്ചു, യഹോവേ നിന്റെ പേരെന്താ? യഹോവ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ ആദ്യം അത് വായിച്ചപ്പോൾ എനിക്കൊരു ഞഞ്ഞാ പിഞ്ഞാ പേര് പോലെയാണ് തോന്നിയത്. ഇത് ഇത്രയും നല്ല പേരുണ്ടായിട്ട് വല്ല അലക്സാണ്ടർ നോക്കണേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. പിന്നീടല്ലേ മനസ്സിലായത് ദൃശ്യമായതിനും അദൃശ്യമായതിനും കാരണഭൂതൻ ഞാനാകുന്നു. എന്നെ വെയിറ്റാന്നറിയാമോ? സ്വത്രം. അപ്പൊ ഞാനാകുന്നവൻ, ഞാൻ 7 അവകാശവാദങ്ങൾ അത് കൂട്ടി വായിച്ച് പഠിച്ചാൽ മതി. ഇമ്പോസിഷൻ പോലെ പഠിച്ചാൽ മതി. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതാ യേശു, അതാ യേശു. പഴയ നിയമത്തിൽ ഏലിയാവ് പറഞ്ഞു, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക, ബാലെങ്കിലോ അവനെ അനുഗമിക്കുക. യേശു എന്തോ പറഞ്ഞു? തന്നെത്താൻ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് എവിടാ ദൈവമെന്ന് കണ്ടുപിടിച്ച് അതെന്റെ പുറകെ പോകാനല്ല പറഞ്ഞത്, എന്നെ അനുഗമിപ്പിൻ. അപ്പൊ ഞാൻ ആരാണെന്നാ? ഞാൻ ദൈവമാണെന്നല്ലേ? നേരിട്ട് ദൈവം പറയാൻ കാത്തിരിക്കരുത്. യേശുവിന്റെ ദൈവത്വം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. ആ വചനം പറയുന്ന സ്ഥലമാണ് 66ാമത്തെ കൺവെൻഷൻ എന്നുള്ളത്. ഇത് കേട്ടിട്ട് മാനസാന്തരപ്പെടുന്നെങ്കിൽ പെട്ടാ മതി. സ്തോത്രം. സത്യത്തിന് ഉദവേണ്ട, താങ്ങു വേണ്ട, ഒരാളുടെയും റെക്കമെൻഡേഷൻ വേണ്ട. അതുകൊണ്ടാണ് യേശു താൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ പറഞ്ഞുറപ്പിക്കുകയാണ് ഞാൻ, യേശു കർത്താവാണെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ കൺഫ്യൂഷൻ ഒന്നുകൂടെ പറയാം. ചില നേരം അവർ നോക്കുമ്പോൾ യേശു വെറും യേശുവാ. ഉദാഹരണം, ഈ ശമരിയ സ്ത്രീയോട് യേശു വെള്ളം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നിപ്പ് കണ്ടാൽ ആരും പറഞ്ഞു പോകും, ഇവൻ ആരാ? യേശുവാ. കാരണം ഈ യഹൂദ്യ, ശമരിയ, ഗലീല മൂന്നായിട്ടൊക്കെ തിരിച്ച് ഇങ്ങനെ കിഴക്കുവശത്തൂടെ പോകണം. ശിഷ്യന്മാരെയെല്ലാം ഭക്ഷണം വാങ്ങാൻ പറഞ്ഞു വിട്ടേച്ച് യേശു ക്രിസ്തു ക്രോസ് ചെയ്ത് പോവുക. യേശു തന്നെ അവിടെ എത്തിയത്. അതൊക്കെ ഒരു നല്ല വിഷയം, അവിടെ കിടക്കട്ടെ. ഈ വെള്ളം ചോദിക്കുന്നെങ്ങാനും നമ്മൾ കണ്ടാൽ പറയും, ഇത് വെറും യേശുവാണ്. കാരണം ഇവൾ ആരാണെന്നും അറിയത്തില്ല. ഒന്നാമത് ഇവളുടെ അടുത്ത് വന്ന പുള്ളികളെല്ലാം വെള്ളം ചോദിച്ചുകൊണ്ടാണ് വന്നത്. അതിൻ്റെ പുറകെ ആണ്ട് യേശുവും കൂടെ വെള്ളം ചോദിക്കാൻ അവളും അങ്ങനെ വിചാരിച്ചു. മറ്റേ പുള്ളികളെ പോലെയൊക്കെ അവളും കണ്ടത് ഉണ്ടോ? അപ്പോൾ അതിപ്പോൾ യേശുവിനറിയാമല്ല ആരോടെന്ത് ചോദിക്കണമെന്ന്. ഇവൾക്ക് ആത്മീക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് വളഞ്ഞു പിടിച്ചതാ വെള്ളം ചോദിച്ചുകൊണ്ട്. അത് 4-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ വളഞ്ഞു പിടുത്തമില്ല, സ്ട്രെയിറ്റാ. നീ ആ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോവേല. കാരണം നീ പള്ളിയിലെ പ്രമാണിയാ. പ്രമാണിയോട് തിയോളജി നേരെയാ പറയുന്നത്. ഇവള് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തത് കൊണ്ട് വളഞ്ഞു കെട്ടിയാ പറ, അത്ര വ്യത്യാസമേ ഉള്ളന്നേ. അപ്പോ യേശു, അയ്യോ ഇവൾ ആരാന്നും അറിയത്തില്ല, യേശു ഇത് വെറും യേശുവാണെന്ന് ആരും പറയും. പക്ഷേ യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുന്ന കണ്ടോളണം. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശു പറയുക, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ കൊച്ചേ, ഒരു നാളും ദാഹിക്കാത്ത ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് തരാം. അപ്പോഴേ അവർക്ക് മനസ്സിലായി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവൻ യേശുവല്ല, ഇവൻ ക്രിസ്തുവാണെന്ന് അവർക്ക് മനസ്സിലായി. കണ്ടോ? തലേണ വെച്ച് ഉറങ്ങുക സന്ധ്യാസമയത്തെ. അവര് പറഞ്ഞു, ഇത് ക്രിസ്തു ഒന്നുമല്ല, ഇത് യേശുവാണ്. കാരണം ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, തൻ്റെ കുറുക്കം വലിച്ചെടുത്ത് ഉറങ്ങും. അങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കടലിളകി, കാറ്റിളകി, കരുത്തുറ്റ പങ്കായം താഴെ വെക്കേണ്ടി വന്നു. യേശുവിനെ വിളിച്ചപ്പോൾ യേശുവിൻ്റെ ടോക്ക് കേൾക്കണം നിങ്ങൾ. കടലിനോട്, എന്നതാണ് ഈ ബഹളം? ഞാൻ ആ 5 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് 5000 നൽകി ബാക്കി വന്ന ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഇരുന്നപ്പോഴല്ലേ ഈ ഭ്രാന്തൻ്റെ നിലവിളി കേട്ടത്.
തിരമാലകൾക്ക് മീതെ മുഴങ്ങുന്നവരുടെ നിലവിളി കേട്ട് എനിക്കിരിക്കാൻ പറ്റും, ഞാനൊന്ന് പോയി അവരെ സൗഖ്യമാക്കിയിട്ട് വരട്ടെ. നിങ്ങളൊരു അമ്മത്തൊട്ടിലാട്ടതിൽ എന്നെ ആട്ടുകല്ലേ വേണ്ടത്, ഇങ്ങനെ ഉണ്ടോ മേഖല ഉണ്ടാക്കുകയാണോ? വർത്തമാനം പറയാണ് യേശു കടലിനോട്. കടൽ അനങ്ങാതിരിക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇവൻ യേശു അല്ലാട്ടോ, ഇവൻ ക്രിസ്തുവാണ്. കണ്ടോ, ഇന്ന് രാത്രിയിലും ഞങ്ങൾ തെളിവായി പറയുന്നു, യേശുവിൻ്റെ ഒരു ഭാഗം മാത്രം പഠിച്ച്, ഒരു ഭാഗം മാത്രം ചിന്തിച്ച്, എവിടെയെങ്കിലുമുള്ള ന്യൂനതകൾ മാത്രം കണ്ടെത്തി ഈ രാത്രി വീട്ടിൽ പോകരുത്. യേശുവിന് മറുവശമുണ്ട്. അവൻ യേശു മാത്രമല്ല, അവൻ പ്രപഞ്ചത്തിന്റെ പെരും തച്ചനായ ശില്പിയാണ്. കേവലം മരാശാരി മാത്രമല്ല യേശു എന്ന് പഠിക്കണം, നമ്മൾ തിരിച്ചറിയണം. യേശു സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ആകുന്നു, ഞാനാകുന്നു എന്ന് പറയാത്തതിന് കാരണമൊക്കെ പണ്ടത്തെ ഉപദേശമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം യേശു ക്രിസ്തുവിനോട് ആരാ യേശു എന്ന് ചോദിച്ച് ഗദസമനയിൽ വന്നവരോട് യേശു പറഞ്ഞു, ഞാനാകുന്നു. ഉടനെ ശിഷ്യന്മാരെ പടയാളികൾ എന്തോ ചെയ്തു? പിൻവാങ്ങി നിലത്ത് വീണു. സത്യമാണ്. കാരണം ഞാനാകുന്നു എന്ന പേരിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആയുധം ധരിച്ച പടയാളികൾക്ക് പോലും സാധ്യമല്ലെങ്കിൽ പിന്നെ യേശു ഇവിടെ പറയൂ, ഞാൻ ആരാണെന്ന് പറയൂ? സ്തോത്രം. ഈ യോഗത്തടവിലേക്ക് ഒരു 5-6 പിള്ളേരെ വന്നിച്ചു പറയാം, നിർത്തടോ പ്രസംഗം. എന്നെ നിർത്തിച്ചിട്ടുണ്ട്, വേറെ സ്ഥലം നിർത്തിച്ചിട്ടുണ്ട്. നിർത്തടോ പ്രസംഗം. നിങ്ങൾ പറയുന്ന യേശുവൊന്നും ദൈവമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവിൽ യേശുവുണ്ട്. യേശുവിന് വേണമെങ്കിൽ പ്രത്യക്ഷനായിച്ച് പറയാം, മോനെ ഞാനാണ് യേശു പറയത്തില്ല. കാരണം യേശു പറഞ്ഞാൽ കേട്ടവൻ വീട്ടിൽ പോവുകയില്ല. മനസ്സിലായോ? പകരം ഒരു യേശുവിന് പകരം മല്ലപ്പള്ളി കൺവെൻഷനിൽ യേശു ദൈവമാണെന്ന് പറയാൻ ഒരു 100-300 ആളുകളെ യേശു ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായോ? അത് ഞാനും നിങ്ങളുമാണെന്ന്. യേശു ദൈവമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മോനെ നിനക്ക് യേശു ദൈവമല്ലായിരിക്കും, പക്ഷെ 46 കൊല്ലമായി, 40 കൊല്ലമായി, 50 കൊല്ലമായി, 60 കൊല്ലമായി യേശു എൻ്റെ ദൈവമാണെന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു മാത്രം കർത്താവ്. അവരുടെ സംശയം മാറി. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം, അല്ലേ? മൂന്നാമതെന്താ? ശിഷ്യന്മാർക്ക് സംശയം. അതാ ഇപ്പൊ പറഞ്ഞത് പടകിൽ. മർക്കോസ് 4:39-40 അതുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ ഈ സംഭവം. അറിയാവുന്നുണ്ടോ? അധികം വിശദീകരിക്കുന്നില്ല. സന്ധ്യ ആയപ്പോഴേക്കും അവർ പടകിൽ പോകുന്നു. അതൊക്കെ നിങ്ങൾക്കറിയാം. യേശു അങ്ങനെ ഈ സന്ധ്യാസമയത്തൊക്കെ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ്, ഇല്ലേ? പകല് വിളിച്ചാൽ തന്നെ വരുന്നില്ല, പിന്നെ സന്ധ്യയ്ക്ക് വിളിച്ചാൽ വരൂ. പിന്നെ പണ്ടാരോ പറഞ്ഞൊരു ദൂത് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നു. എൻ്റെ അല്ല, വിളിച്ചവൻ സന്ധ്യയ്ക്കാണ് വിളിച്ചതെങ്കിലും വിളിച്ചവൻ ഇരുട്ടല്ല, അവൻ വെളിച്ചമാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സന്ധ്യകളിലാണ് ദൈവവിളി ഉണ്ടായത്. പക്ഷെ രോഗം, പ്രയാസം, ആത്മഹത്യ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇതൊക്കെ വരുമ്പോൾ ഓർത്തോളണം, ലോകത്തിന് തന്നെ വേണ്ട, പക്ഷേ അങ്ങനെയുള്ളവരെ കർത്താവിന് വേണം. അക്കരയ്ക്ക് പോയി കിടന്നുറങ്ങി. എന്താ ഉറങ്ങാൻ കാരണം? ഉറങ്ങാൻ എന്താ കാരണം? ഈ ശിഷ്യന്മാരാണ് കാരണം. 12 1 13 പേര് പടകിലുണ്ട്. പടകിൽ കേറിയ പാടെ 2 പേര് വീതം 6 ജോഡി തിരിഞ്ഞിരുന്നു. ഈ 6 12. അങ്ങനെ യോഹന്നാൻ പത്രോസിൻ്റെ അടുക്കൽ പോയി ഇരുന്ന് കാണും. ഒരു ഊഹമാണ്. അപ്പം ഫിലിപ്പോസോ പുള്ളിയിലെ കാൽക്കുലേറ്റർ. അപ്പം പുള്ളി ആരുടെ അടുത്ത് പോയിരുന്ന് കാണും? സ്വത്രക്കാഴ്ച പാത്രം അറിയില്ല, യൂതയുടെ കയ്യിൽ. അപ്പം അവരടുത്ത് പോയിരുന്ന് കാണും. കേട്ടോ? നിങ്ങളെന്തിനാ അവരെയൊക്കെ നമ്മൾ കളിയാക്കേണ്ട? നമ്മുടെ കാര്യം അങ്ങനെയല്ലേ? ആ ഗേറ്റിങ്ങോട്ട് കടക്കുമ്പോഴേ നോക്കുക ആരുടെ അടുത്താണ് പോയി ഇരിക്കേണ്ടത്. ഇഷ്ടംപോലെ കസേര കിടക്കുക അവിടെ.
ഞാൻ വിചാരിച്ചു പുതുവർഷമായപ്പോൾ 31-ാം തീയതി കേക്ക് തിന്നിച്ചതിന് കാലൊക്കെ എടുത്ത് വെച്ചപ്പോൾ കസേരയുടെ മുമ്പിൽ കാണുമെന്ന്. എവിടെ കാണാൻ? നമ്മളിപ്പോഴും പഴയ പടി തന്നെയാണ്. പിന്നെ ഞാൻ പറയാറുണ്ട്, ഈ ആളുകളൊന്നും മുന്നോട്ട് കയറിയിരിക്കാനൊന്നും പറയരുത്. കാരണം അവർ ഈ നേരത്തെ വന്ന് പുറകിരിക്കാൻ ഇഷ്ടം കൊണ്ട് വരുന്ന തന്നെയല്ല. നമ്മൾ പറഞ്ഞാൽ എതിര് പറയുക എന്നുള്ളത് അവർ പറഞ്ഞില്ല, കാണിക്കൂ. അവർ ഇതാണ് തിന്നരുത്, അപ്പോഴേ പഴം തിന്നു. ചവിട്ടപ്പടി നിൽക്കരുത്, ഏത്തക്കൊല കണക്കെ തൂങ്ങി കിടക്കുക. പൊതുവഴിയല്ല നടക്കരുത്, പമ്മി പമ്മി പോയി നോക്കും. പൂ പറിക്കരുത്, 2 പറിക്കും. ഒക്കെ ചെയ്യും നമ്മൾ. ഇതുപോലെ തന്നെയാണ് ബെന്തിക്കോസ്തുകാരോട്. മുൻപോട്ട് കറിയിക്കണം, ഇരുന്നില്ലെങ്കിൽ എന്നാ ചെയ്യും അറിയണമല്ലോ. അതുകൊണ്ട് നാളെ മുതൽ, നാളത്തെ അധ്യക്ഷൻ ആരാധനയ്ക്ക് അറിയില്ല, നമ്മുടെ മനഃശാസ്ത്രം അറിഞ്ഞു വേണം പറയാൻ. എന്ത് പറയണം? നാളെ ഒരെണ്ണം മുമ്പിൽ ഇരുന്ന് പോകരുത് എന്ന് പറഞ്ഞു നോക്കി. എന്നാ ഇരുന്നിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് എന്നാ പാസ്റ്റർമാര് ഞങ്ങൾ ഇരുന്നിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് കയറിയിരിക്കുന്നു. നാളെ ഇപ്പം ഇത് പറഞ്ഞാൽ എന്നെ നാളെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ മറന്നു കഴിയുമ്പോൾ വേണം പറയാൻ. നമുക്ക് മുന്നേറ്റം എന്ന് പറഞ്ഞു വരുമ്പോൾ പുറകിൽ. അപ്പം ഇത് നമ്മുടെ സ്വഭാവം തന്നെ അവർക്ക്. അപ്പം യേശു എങ്ങനെ അമരത്തിരുന്ന് ചെയ്യുന്നത് നോക്കി. 1-ാമത്തെ ജോഡി പത്രോസ് യോഹന്നാൻ. പത്രോസ് യോഹന്നാനോട് പറയാണ്, എൻ്റെ യോഹന്നാനെ 5 അപ്പം അന്തരീക്ഷത്തിൽ അനുഗ്രഹിച്ച് 5000. യേശു ആരമ്മോ? അപ്പം യോഹന്നാൻ, അപ്പമല്ലേ കൊച്ചം കൊടുത്തുള്ളൂ? അതെ. കൊട്ട എവിടെ നിന്ന് കിട്ടി? കൊട്ട. അപ്പം യേശു സാമ്രാജ്യത്തെയും മുതുകാടിൻ്റെ മാജിക്കിനെയും കടത്തിവിട്ടും. യേശുവിനൊരു കാര്യം മനസ്സിലായി, ഇവർക്ക് 2 പേർക്കും എന്നെക്കുറിച്ച് കുറേ പറയാനുണ്ട്, പക്ഷേ എന്നോടൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നതിന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഫിലിപ്പോസും യൂദായും. ഫിലിപ്പോസ് പറഞ്ഞു, അത് ഇത്രയും കാശിനൊക്കെ നമ്മൾക്ക് ഇവിടെ 5 അപ്പം ഇത്ര പേര് പണം വിളി. ഇങ്ങനെ ഈ കാൽക്കുലേറ്ററിൽ കുത്തുന്ന കുറേ പേരുണ്ട്. അവരിതെല്ലാം കഴിയുമ്പം വരവുക ചെലവുക ഇല്ലക. നമുക്കിങ്ങനെ ഈ 66-ാമത്തെ യോഗമൊക്കെ വേണോ? എന്തിനാ വെറുതെ കുറേ ആശം മുടക്കി? ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ ഇല്ലകാക്കാരാ. ഇല്ലക ഉണ്ടായിട്ടാണോ നമ്മൾ 65 യോഗം നടത്തിയത്? സ്വോത്രം. ഇത് വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഇനി യൂദ, അതിൻ്റെ കാര്യം പറയാതിരിക്കുക ഭേദം. യൂദ സ്വോത്രക്കാഴ്ച എടുക്കാത്തത് ശവസംസ്കാര ചടങ്ങിൽ മാത്രമേ ഉള്ളൂ. നമ്മളും ബാക്കി എല്ലായിടത്തും എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരൊത്തു. യേശുവിന് മനസ്സിലായി, ഇവരും എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ എന്നോടൊന്നും പറയാനില്ല. 2024 തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ സഹോദരന്മാരെ. യേശു ഉള്ള സഭയിലാണ് നമ്മൾ. യേശു വീട്ടിനകത്തുണ്ട്. പക്ഷെ ഹൃദയം തുറന്ന് ചോദിക്കുക, യേശുവിനോട് സംസാരിച്ചിട്ട് കാലം എത്രയായി? പറ. സഭയിൽ കമ്മിറ്റി കൂടാൻ നേരമുണ്ട്, അതുമിതും പറയാൻ നേരമുണ്ട്. ഒരക്ഷരം മിണ്ടാത്തവർ പോലും ഞാനൂല്ല സീൽക്കാരൻ പോലെ ഒച്ച വെക്കാൻ സമയമുണ്ട്. 2 മണിക്കൂർ കമ്മിറ്റി കൂടെ നമ്മൾ 2 മണിക്കൂർ ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥിച്ചിട്ട് കാലം എത്രയായി? അതിന്റെ ഫലം എന്താണെന്നറിയാമോ? യേശു ഉറങ്ങുന്ന പടകെ ആടത്തുള്ളൂ. യേശു ഉറങ്ങുന്ന വീട് ആടും. യേശു ഉറങ്ങുന്ന സഭ ആടും. അതുകൊണ്ട് ആടുന്ന വീടുകൾ, ആടുന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രി യേശുവിനെ ഉണർത്താൻ തീരുമാനിച്ചാൽ ഈ 2024 ഒരു വിടുതലിന്റെ വർഷമായി മാറും. യേശു ഉണർന്നു. അനങ്ങാതിരിക്കാൻ പറഞ്ഞു. ശാന്തമായി പടകക്കരെ ചെന്നു. അവന് പറഞ്ഞു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരാണ്? സംശയം മാറി. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെയൊക്കെ പടക് എത്രയോ പ്രാവശ്യം വടതിക്കാറ്റും തെന്നിക്കാറ്റും ഇഷ്ടമുള്ള കാറ്റുകളാണ്. പക്ഷെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പെരുങ്കാറ്റും വീടിന്റെ മൂലക്കടിക്കുന്ന ചുഴലിക്കാറ്റും വള്ളത്തെ വട്ടം കറക്കുന്ന ഈശാനമൂലനും വന്നില്ലേ കഴിഞ്ഞ നാളുകളിൽ? യേശു പടകിലുണ്ടെങ്കിൽ എന്താ പ്രതികൂലമെന്ന് ചോദിച്ചാൽ ഉത്തരം, യേശു കേറിയ പടകല്ലാതെ വേറെ പടകും അവിടെയുണ്ട്.
അതിനെ ഒന്നും കാറ്റ് പിടിച്ചിട്ടുമില്ല, അതൊന്നും അക്കരെ ചെന്നിട്ടുമില്ല. ഏതാണോ കാറ്റ് പിടിച്ചത് അത് മാത്രമേ അക്കരെ ചെന്നിട്ടുള്ളൂ. വിശ്വാസത്തോടെ പറയട്ടെ, യേശു കയറിയ പടകിനെ വട്ടം കറക്കാൻ ഒക്കുമെങ്കിലും കരമടിച്ച് അംഗീകരിക്കണം, അതിനെ മുക്കാനൊക്കില്ല. 2024 എന്നെയും നിന്നെയും മുക്കിക്കളയാത്തതിന്റെ കാരണം പണത്തിന്റെ കൊഴുപ്പല്ല, മക്കൾ വിദേശത്ത് പോയത് കൊണ്ടുമല്ല, യേശു നമ്മുടെ പടകിലുണ്ടായിരുന്നു. അതാണ് അതിന്റെ വിജയമെന്ന് പറയുന്നത്. ഒന്ന് എഴുന്നേറ്റാട്ടെ പ്രിയപ്പെട്ടവർ, ഒന്ന് എഴുന്നേറ്റാട്ടെ പ്രിയപ്പെട്ടവർ. ഞാൻ 3 കാര്യങ്ങളെ പറഞ്ഞു. ആരും എഴുന്നേക്കുന്നില്ലേ? എന്നാൽ 15 മിനിറ്റോടെ പ്രസംഗിക്കാം. 1, യോഹന്നാൻ സ്നാപകന് സംശയം. 2024 എന്ത് തന്നാലും തന്നില്ലെങ്കിലും, എന്തൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഏത് പ്രതിസന്ധി വന്നാലും യേശുവിൻ്റെ ദൈവത്വത്തിനെതിരായി ഒരു വാക്കും പറയില്ല എന്ന് നെഞ്ചിൽ കൈവച്ചൊരു തീരുമാനമെടുക്കാമോ ദൈവമക്കൾക്ക്? 2, മനസ്സിലാകാത്ത പല കാര്യങ്ങൾ കാണും, എന്നാൽ വചനത്തിലൂടെ അത് ഗ്രഹിക്കാനും എൻ്റെ യേശുവിൻ്റെ ദൈവത്വത്തെ ഊട്ടി ഉറപ്പിക്കാനും എന്നെ സഹായിക്കണമേ എന്നാര് പ്രാർത്ഥിക്കും. 3, ഈ സുവിശേഷ മഹായോഗത്തിൽ കറങ്ങുന്ന പടകുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉലയുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ സുഹൃത്തെ, യേശുവിനെ ഉണർത്താൻ പറ്റിയ സ്വരം പെരുവെള്ളത്തിന്റെ ശബ്ദമാണ്. പക്ഷേ ആ ശബ്ദത്തിന് യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് കരുത്ത് താഴെ വെച്ച് ആവശ്യബോധത്തോടെ വിളിച്ചപ്പോൾ യേശു എഴുന്നേറ്റെങ്കിൽ, ഇന്ന് രാത്രിയിൽ നശിച്ചു പോകുന്നതിന് മുൻപ്, ആത്മഹത്യക്ക് മുൻപ്, തീരുമാനമെടുക്കുന്നതിന് മുൻപ്, പരാജയത്തിന് മുൻപ്, നശിച്ചു പോകുന്നതിന് മുൻപ് യേശുവിനെ ഈ ജനക്കൂട്ടത്തിന് നടുവിൽ ആവശ്യബോധത്തോടെ ഒന്ന് വിളിക്കാൻ എത്ര പേർ തയ്യാറാകുമെന്ന്. 17 വയസ്സുള്ള, നമുക്കറിയാമല്ലോ, ഭൂതം ബാധിച്ചൊരു കുഞ്ഞ് ഒരു ദൈവദാസന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭൂതവുമായി സംസാരിക്കുമ്പോൾ പറയുക, പലവട്ടം ഞാനിവളെ 12 വയസ്സിൽ ലോറിയുടെ മുമ്പിൽ തള്ളിയിടാൻ ഭാവിച്ചു, പലവട്ടം ഞാനിവളെ വെള്ളത്തിൽ ചാടിക്കാൻ ശ്രമിച്ചു, പലവട്ടം ഞാനിവളെ തീയിൽ ഉന്തിയിടാൻ ശ്രമിച്ചു. എന്താ സാധിക്കാതിരുന്നത്? ഉത്തരം, ഇവളുടെ അപ്പനമ്മ പെന്തിക്കോസുകാരാ. അവര് പറഞ്ഞു, മോളെ എപ്പോഴും ഞങ്ങൾക്ക് ഇതിനെ നോക്കാനൊക്കത്തില്ല, അതുകൊണ്ട് നീ പറഞ്ഞോളണം, യേശു കർത്താവേ, യേശു കർത്താവേ ചുമ്മാ വിളിച്ചോളണം. ഈ ഭൂതം പറയുക, ഞാനിവളെ എപ്പോഴൊക്കെ തള്ളിയിടാൻ ഭാവിക്കുമോ, എപ്പോഴൊക്കെ തീ കാണുമ്പോൾ നശിപ്പിക്കാൻ ശ്രമിക്കുമോ, അന്നേരമല്ല ഈ കൊച്ചിന്റെ വായുതൊരു വാക്ക് വരും, യേശു കർത്താവേ, യേശു കർത്താവേ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സുബോധമില്ലാത്തൊരു കുട്ടി യേശു കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ മരണം പോലും മാറിയെന്നെങ്കിൽ നമുക്ക് സുബോധമുണ്ടല്ലോ. ഒന്ന് കരമടിച്ച് മല്ലപ്പള്ളി കേൾക്കത്തക്ക നിലയിൽ പറയട്ടെ, യേശു മാത്രം കർത്താവെന്ന്. യേശുവേ കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദൈവത്വം അംഗീകരിക്കുന്ന, ക്രൂശിൽ മരിച്ചത് എന്റെ രക്ഷകനാണ്, എന്റെ രക്ഷിതാവാണ്, എന്റെ കർത്താവാണ് എന്ന് വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.